ഡേ 1 മുതൽ ഡേ 7 വരെ വെക്കേഷൻ സീരീസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി നമുക്ക് ഡേ 8, 9, 10 ക്ലാസ്സുകളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 ക്ലാസ്സുകൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലേക്ക് ഷെയർ ചെയ്ത് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ക്ലാസ്സിൻ്റെയും അവസാനം പ്രാക്ടീസായിട്ട് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇവിടെ വാ അല്ലെങ്കിൽ ഒന്നിവിടെ വരെ വരുമോ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതേ രൂപത്തിൽ തന്നെ വളരെ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ വളരെ സിമ്പിളായി ഇംഗ്ലീഷിലും നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അതേ ഉദ്ദേശത്തിൽ തന്നെ അതെങ്ങനെയാണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകളൊന്ന് കാണുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഇത് ലൈക്ക് ചെയ്ത് തന്നെ മുന്നേക്ക് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു മുന്നേ ഒന്നും പറയാതെ, അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോലെ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നോ, അല്ലെങ്കിൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നൊന്നും നീട്ടിയും കുറുക്കിയും ഒന്നും പറയാതെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ആ വാതിലൊന്ന് തുറന്നേ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടോ ഒരു അപേക്ഷയായിട്ടോ ഒക്കെ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഏത് കാര്യമാണോ പറയാൻ പോകുന്നത്. ഇപ്പം പറയാണ് നീ കളിക്ക്, അല്ലെങ്കിൽ അവിടെ പോ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക് എന്താണ്. അതായത് നമ്മളിപ്പം നീ അവിടെ കളിക്ക് എന്ന് പറയാണ്, പോയി കളിക്കടാ എന്ന് പറയല്ലേ. കളിക്ക് എന്നാണ് ആ പ്രവൃത്തി. അപ്പം കളിക്ക് എന്നുള്ളതിന് പ്ലേ ആണ് അല്ലേ. ഇപ്പം ഇവിടെ വരിക എന്നുള്ളതിന് കമ്മാണ് അല്ലേ. എന്നാൽ നീ പോ എന്ന് പറയുമ്പം പോകുക എന്നതിന് ഗോയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ നീയോ അവനോ അവളോ ഒന്നും നോക്കരുത്. ഇപ്പോൾ ഒരാളോട് മുഖത്ത് നോക്കിയിട്ടല്ലേ നമ്മൾ പറയുന്നത്, പിന്നെ നീ അവിടെ പോയി കളിക്കുന്നു. അപ്പോൾ അവിടെ നീയും അവിടെ ഒന്നും വേണ്ട. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം ഇപ്പം കളിക്കുക എന്നുള്ള പ്ലേ നോക്കുക. ഇപ്പം അവിടെ പോയി കളിക്കുക എന്ന് പറയാം. അപ്പോൾ പ്ലേ ആദ്യം എഴുതുക. ഓക്കെ, ഏതായാലും ഇപ്പം ദേഷിച്ച് പറയാണ് പോയി കളിക്കടാ എന്ന് പറയാം. അപ്പം അവിടെ നമ്മൾ കളിക്കുക എന്നുള്ള പ്ലേ എഴുതുക. എന്നിട്ട് അവിടെ എന്നുള്ളതിന് നമുക്ക് ദേറാന്നറിയാം. പ്ലേ ദേർ, അവിടെ കളിക്ക്. അപ്പം അവിടെ വേറെ ഒന്നും വേണ്ട. അവിടെ യൂവും വേണ്ട. യൂവിനോടാണ് നമ്മൾ പറയുന്നത്, നിന്നോടാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒന്നും വേണ്ട. പ്ലേ ദേർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദേഷ്യത്തിലാണ്, അവൻ എനിക്ക് ഓർഡർ തന്നതാണ്, അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോട് പറയാം പ്ലേ ദേർ. അല്ലെങ്കിൽ നീ അവിടെ പോ എന്ന് പറയുമ്പം ഗോ ദേർ. ഓക്കെ, എന്നാൽ നീ ഇങ്ങ് വാ എന്ന് പറയുമ്പം വരിക എന്നുള്ളതിന് കമ്മാണ്, ഇവിടെ എന്നുള്ളതിന് ഹിയർ ആണ്. കം ഹിയർ. കണ്ടോ, വളരെ പെട്ടെന്നാണ് നമുക്ക് ആ വാക്കുകൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ ആക്ഷനുകൾ, പ്രവൃത്തികൾ. ഇപ്പോൾ ഈ പ്രവൃത്തികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുറ്റും നടക്കുന്ന പ്രവൃത്തികളുടെ എല്ലാം ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കിതൊന്നും അറിയില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരിടത്തിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഏത് വാക്കുകളാണ് അറിയാം അല്ലേ. ഇരിക്കുകയാണെങ്കിൽ സിറ്റാണ്, എന്നാൽ പിന്നെ നടക്കുക ണെങ്കിൽ വോക്കാണ്, ചാടുകയാണെങ്കിൽ ജമ്പാണ്, എഴുതുകയാണെങ്കിൽ റൈറ്റ് ആണ്, വായിക്കുകയാണെങ്കിൽ റീഡാണ്. ഇത് വാക്കുകളെല്ലാം നിങ്ങൾക്കറിയാം. ആ വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പൊ പറയാണ്, കുട്ടിയോട് പറയാണ് ഇത് വായിക്കൂ, റീഡ് ഇറ്റ്, അത് എഴുതൂ, റൈറ്റ് ഇറ്റ്. ഓക്കെ, ആ വാതിൽ തുറക്കുക എന്നുള്ളത് എന്താണ്? ഓപ്പൺ. വാതിൽ ദ ഡോർ, ഓപ്പൺ ദ ഡോർ. ആ ജനൽ അടയ്ക്കുക എന്നുള്ളത് എന്താണ്? ക്ലോസ് ദ വിൻഡോ. നോക്കൂ എന്തെല്ലാം ഇപ്പൊ പറഞ്ഞു. അത് വായിക്കൂ, റീഡ് ഇറ്റ്. ഇത് എഴുതൂ, റൈറ്റ് ഇറ്റ്. ആ ജനൽ അടയ്ക്കൂ, ക്ലോസ് ദ വിൻഡോ. ആ വാതിൽ തുറക്കൂ, ഓപ്പൺ ദ ഡോർ. ഇത്രയും സെന്റൻസുകൾ നിങ്ങൾ പറഞ്ഞില്ലേ. അതെല്ലാം നമുക്ക് ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഒക്കെ പറയുന്നത് പോലെ. എന്നാൽ ഇവിടെ നിന്നൊരു വ്യത്യാസമായിട്ട് നമ്മൾ വിനയത്തോടെ ഇപ്പൊ അമ്മയോടോ അച്ഛനോടോ കുട്ടി പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയും? അതായത് അത് റിക്വസ്റ്റ് ആണ്, അത് അപേക്ഷയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതെങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു മാറ്റമില്ല. അതിനു മുമ്പ് ഒരു പ്ലീസ് അങ്ങ് ആഡ് ചെയ്താൽ മതി, അത് റിക്വസ്റ്റ് ആവും. അതായത് അമ്മയോട് പറയാം, അമ്മ അത് എഴുത്,
പ്ലീസ് റൈറ്റ് ഇറ്റ്. അമ്മ അത് വായിക്ക്. അമ്മ പ്ലീസ് റീഡ് ഇറ്റ്. അമ്മ ആ വാതിലൊന്ന് തുറക്ക്. അമ്മ പ്ലീസ് ഓപ്പൺ ദ ഡോർ. അമ്മ ആ ജനലൊന്ന് അടയ്ക്ക്. പ്ലീസ് ക്ലോസ് ദ വിൻഡോ. എന്ത് സുഖമാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിച്ചാൽ എളുപ്പത്തിൽ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ട്രിക്സാണ് ഞാൻ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുക ആ ക്ലാസ്സുകളിൽ. ഈ ഒരു 10 മിനിറ്റിൻ്റെ ക്ലാസ് അവിടെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനാവും. ഓക്കെ, ഇത്രയും സിംപ്ലസ്റ്റ് ഫോമിലാണ്, സിംപ്ലസ്റ്റ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അപ്പോൾ ആ ഇംഗ്ലീഷിനെ നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്, അത് നമുക്ക് കയ്യിൽ വരുതിയിൽ ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇപ്പോൾ പറയാണ് ഇവിടെ വരൂ. ഇവിടെ വരൂ എങ്ങനെ പറയും? കം ഹിയർ. ദൂരെ പോകൂ. ദൂരെ എന്നുള്ളതിന് എവേ എന്നാണ്. പോകുക എന്നുള്ളതിന് എന്താണ്? ഗോ എവേ. ഓക്കെ, എന്നിട്ട് ഇപ്പം കുട്ടിയോട് പറയാണ് പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കുന്നു എന്നാൽ എന്താണ്? ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്കാണ്. കുറച്ച് ചായ എന്നാകുമ്പോൾ സം ടീ. മേക്ക് സം ടീ. നമുക്ക് വെച്ചിനൊക്കെ ഉപയോഗിക്കാം ഇത്, അല്ലേ? എന്നാൽ പിന്നെ ഇപ്പം പറയണം അവളെ വിളിക്കൂ. കോൾ ഹെർ. അവളെ വിളിക്കൂ. കോൾ ഹെർ. നോക്കൂ, ഇവിടെ വരൂ. കം ഹിയർ. ദൂരെ പോകൂ. ഗോ എവേ. ചായ ഉണ്ടാക്കൂ. മേക്ക് സം ടീ. അവളെ വിളിക്കൂ. കോൾ ഹെർ. ഈസി അല്ലേ? വളരെ ഈസി അല്ലേ? എന്നാൽ കുട്ടി അമ്മയോട് പറയാണ് അമ്മ ആ കർട്ടൻ ഒന്ന് നീക്കോ. അപ്പോൾ പറയാം പ്ലീസ് അമ്മ, പ്ലീസ് ഡ്രോ ദ കർട്ടൻ. ഓക്കെ, ഇനി അമ്മയോടാണ് കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി ആ പറയുന്ന ആ ഒരു വ്യത്യാസം മനസ്സിലായിക്കോണം എപ്പോഴും. അമ്മ വിളക്കൊന്ന് കൊളുത്തു. അമ്മ ലൈറ്റ് ദ ലാമ്പ്. ഇനി ആ വിളക്ക് കെടുത്താനാ പറയുന്നെങ്കിലോ പുട്ട് ഓഫ് എന്നാണ് കെടുത്തുക എന്നുള്ളത്. അമ്മ പുട്ട് ഓഫ് ദ ലാമ്പ്. ഓക്കെ, എന്നാൽ ആ ഫാൻ്റെ സ്വിച്ച് ഇടൂ എന്നാണെങ്കിൽ എന്തു പറയും? നമ്മൾ ഒരു കുട്ടി അമ്മയോടാണെങ്കിൽ പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ. അമ്മ കുട്ടിയോടാണെങ്കിൽ സ്വിച്ച് ഓൺ ദ ഫാൻ. അമ്മയ്ക്കും പറയാം പ്ലീസ്. അമ്മയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി കുട്ടിയോട് അമ്മ പറയാണ് നീ പോയി എളുപ്പം പോയി കൈ കഴുകിക്കേ എന്ന് പറയില്ലേ? വാഷ് യുവർ ഹാൻഡ്സ്. പെട്ടെന്ന് വരൂ. പെട്ടെന്ന് എന്നുള്ളതിന് എന്താണ്? സൂണാണ്. വരിക എന്നുള്ളതിന് എന്താണ്? കം സൂൺ. ഓക്കെ, തിരികെ പോകൂ. തിരികെ എന്നുള്ള ബാക്കാണ്. പോവുക. ഗോ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പീഡിൽ എളുപ്പത്തിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റിക്വസ്റ്റും ഓർഡർ എന്നൊക്കെ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വളരെ എളുപ്പമാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ വെർബ് മനസ്സിലാക്കുക, എന്നിട്ട് അതായത് ആക്ഷൻ, അതായത് പ്രവൃത്തി, ആ വെർബിനെ മനസ്സിലാക്കിയതിന് ശേഷം ആ വെർബ് ഫസ്റ്റ് എഴുതുക. എന്നിട്ട് എന്താണോ ഇപ്പം കൂടുതൽ സംസാരിക്കാനുള്ള ചാറ്ററാണ്, ഡോൺ ചാറ്റർ, അതും മനസ്സിലാക്കിക്കോണം. അതായത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാണ്. ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് യൂസ് ചെയ്യണം. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതാണിപ്പം നീ ഇവിടെ വരൂ, കം ഹിയർ. ഇവിടെ വരരുത്, ഡോൺ കം ഹിയർ. ഓക്കെ, അവിടെ പോകൂ, ഗോ ദെയർ. അവിടെ പോകരുത്, ഡോൺ ഗോ ദെയർ. ജനൽ തുറക്കൂ, ഓപ്പൺ ദ വിൻഡോ. ജനൽ തുറക്കരുത്, ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ. നോക്കൂ, അപ്പോൾ ഇവിടെ വരൂ കം ഹിയർ ആണെങ്കിൽ ഡോണ്ട് ചേർക്കുമ്പോൾ വരരുത് എന്നാവും. ഓക്കെ, ജനൽ തുറക്കൂ എന്നാണെങ്കിൽ, ഓപ്പൺ ദ വിൻഡോ എന്നാണെങ്കിൽ, തുറക്കരുത് എന്നാണെങ്കിൽ ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ. ഡോർ അടയ്ക്കൂ, ക്ലോസ് ദ ഡോർ. ഡോർ അടയ്ക്കരുത്, ഡോണ്ട് ക്ലോസ് ദ ഡോർ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഞാൻ തരുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇനി അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിക്കുക എന്നുള്ളതിന് റിപ്പീറ്റാണ് കേട്ടോ. ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ, ഇത് ഒന്ന് എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനായിട്ടല്ല, ഒന്ന് എഴുതൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇതൊന്ന് എഴുതൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, അതിൽ ഒപ്പിടരുത്. ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു ടാക്സി പിടിക്കൂ. ടാക്സി പിടിക്കുന്നതിന് ഹയർ എന്നാണ്, HIRE ഹയർ. ഒരു ടാക്സി പിടിക്കൂ.
പിന്നെ കൃത്യനിഷ്ഠ പാലിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കൃത്യനിഷ്ഠയ്ക്ക് പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ അവിടെ ബി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം സത്യസന്ധനാവും എന്ന് പറയുമ്പോൾ ബി ഓണസ്റ്റ് എന്ന് പറയും, പീസ്ഫുൾ ആവാൻ പറയാം ബി പീസ്ഫുൾ ആവും എന്ന് പറയും, എന്നാൽ സ്മാർട്ട് ആവാൻ പറഞ്ഞാൽ ബി സ്മാർട്ട് എന്ന് പറയും. കാരണം അവിടെ നമുക്ക് വേറെ വേർബ്സ് ഒന്നും യൂസ് ചെയ്യാനില്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ വെർബ് വെച്ച് തുടങ്ങി റിക്വസ്റ്റ് ഓർഡർ ചെയ്യാൻ പഠിച്ചു, അതുപോലെ ഡോണ്ട് ഉപയോഗിച്ച് ചെയ്യരുത് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, അഡ്ജക്റ്റീവ്സുകൾ യൂസ് ചെയ്യും, അതായത് ഓണസ്റ്റ്, സ്മാർട്ട്, ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ബി ചേർത്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ 8 ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്നതും അതുപോലെ ചെയ്ത കാര്യങ്ങൾ, ഇനി ഞാൻ ഇന്നത് ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് കളിക്കാറുണ്ട്, കളിക്കുന്നുണ്ട്, അതുപോലെ കളിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളത് പഠിച്ചു വന്നു. അതുപോലെ ഓർഡർ എങ്ങനെ പറയാം, വിനയത്തോടെ എങ്ങനെ സംസാരിക്കുക, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ, കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അന്നേരം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം വരാറുണ്ട് അല്ലേ. അപ്പം അതെങ്ങനെ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതിനു മുമ്പായി തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഞാൻ കളിക്കുന്നു എന്നതിന് ഐ പ്ലേ, ഞാൻ കളിച്ചു എന്നാണെങ്കിൽ ഐ പ്ലേഡ് അല്ലേ, ഞാൻ കളിക്കും എന്നാണെങ്കിൽ ഐ വിൽ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിയും, ഐ ക്യാൻ പ്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതൊക്കെ ക്രമത്തിൽ നമ്മൾ പഠിച്ചു വന്നു. എന്നാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നെങ്ങനെ പറയും? അപ്പം അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഐ ആം പ്ലേയിങ് എന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഐ ആം പ്ലേയിങ് എന്ന് വരുമ്പോൾ, അതായത് ആം പ്ലസ് ഐ എൻ ജി വരുമ്പം അവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ കളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പല പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാൻ ആമിനോടൊപ്പം നോട്ട് ചേർക്കുക, ഐ ആം നോട്ട് പ്ലേയിങ് എന്നാക്കുക. അപ്പം ആ ഐ ആം നോട്ട് പ്ലേയിങ് എന്ന് വരുമ്പോഴത്തേനും അടുത്തൊരു സെൻറ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐ ആം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ്. ഇനി ഞാൻ കളിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ഐ ആം എന്നതിനെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഐ ആം എ ടീച്ചർ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഐ ആം പ്ലേയിങ് എന്നതിനെ ആം ഐ പ്ലേയിങ് എന്നെഴുതുമ്പോൾ അതെന്താവും? ഞാൻ കളിക്കുകയാണോ എന്നാവും. അതുപോലെ ഐ ആം നോട്ട് പ്ലേയിങ് ഞാൻ കളിക്കുകയല്ല എന്നത് ഞാൻ കളിക്കുകയല്ലേ എന്ന് ആണെങ്കിൽ അതെന്ത് വരും? ആം നോട്ട് ഐ പ്ലേയിങ് എന്നാവും. ഓക്കെ, ആമിൻറ്റ് ഐ പ്ലേയിങ് എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 രീതിയിൽ ഇപ്പം നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ കളിക്കുകയാണ് എന്ന് പറയാൻ ഐ ആം പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് പ്ലേയിങ് എന്നും പറഞ്ഞു. എന്നാൽ ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ആം ഐ പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ ആമിൻറ്റ് ഐ പ്ലേയിങ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പം നമ്മൾ കളിക്കുകയാണെന്ന് പറയുമ്പോൾ നീ എന്ത് കളിക്കുകയാണെന്നൊരു ചോദിക്കാം. ഇവിടെ ആ ആമായി പ്ലേയിങ് എന്നുള്ളതിൻ്റെ മുമ്പിൽ എന്ത് എന്നതിൻ്റെ വാട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ വാട്ടാമായി പ്ലേയിങ്, ഞാൻ എന്താണ് കളിക്കുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ചോദിക്കത്തില്ലെങ്കിലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ കളിക്കുകയാണ്, കളിക്കുകയല്ല, കളിക്കുകയല്ലേ, കളിക്കുകയാണോ, അതുപോലെ തന്നെ എന്താണ്, ഇത്രയും 5 രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നാൽ ഈ ഞാൻ എന്നുള്ളത് ഇവിടെ നീ ആവുമ്പോഴത്തേന് ആ സെൻറ്റൻസിൻ്റെ രീതിയെ മാറും. ഐ ആം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ് എന്നാണെങ്കിൽ നീ കളിക്കുകയാണ് എന്ന് പറയാൻ യു ആർ പ്ലേയിങ് എന്ന് പറയും. അപ്പോൾ ഈ യു ആർ പ്ലേയിങ് നീ കളിക്കുകയാണെന്നാണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട്
പ്ലേയിങ് എന്ന് പറയണം. ഓക്കെ, നീ കളിക്കുകയാണ് എന്ന് യു ആർ പ്ലേയിങ് ആണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട് പ്ലേയിങ്. എന്നാൽ നീ കളിക്കുകയാണോ, നീ കളിക്കുകയാണോടാ നീ ചോദിക്കൂലേ നമ്മൾ, നീ കളിക്കുകയാണോ, യു ആർ എന്നുള്ളത് എന്താവണം, ആർ യു ആവണം. ആർ യു പ്ലേയിങ്? നീ കളിക്കുകയല്ലേ, ആറിൻറ്റ് യു പ്ലേയിങ്. ആർ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്ത് ആറിൻ്റെ എന്ന് എഴുതാം. ആറിൻറ്റ് യു പ്ലേയിങ്? പിടികിട്ടിയോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയണം. അതുപോലെ നീ എന്താണ് കളിക്കുന്നത് എന്ന് പറയാൻ വാട്ട് ആർ യു പ്ലേയിങ്? നീ എന്താണ് കളിക്കുന്നത്? അവിടെ നീ എന്താണ് കളിക്കാത്തത് എന്ന് ചോദിക്കാം. നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല സാധാരണ. അപ്പോൾ ഐ വരുമ്പം ആം പ്ലസ് ഐ എൻ ജി ചേർത്തു, യു വന്നപ്പോൾ ആർ പ്ലസ് ഐ എൻ ജി ചേർത്തു. എന്നാൽ ഒരാൾ മാത്രം, അതായത് അവൻ കളിക്കുകയാണ് അല്ലെങ്കിൽ രാജു കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലേയിങ്. അവിടെ ഈസായി, അതായത് അവൻ എന്നത് ഒരാളാണ്. അപ്പം ഒറ്റയാൾ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നമുക്ക് ഈസ് ചേർക്കാം. അപ്പം രാജു ഈസ് പ്ലേയിങ്. രാജു കളിക്കുകയല്ല, അപ്പം എന്ത് ചെയ്യണം, ഈസിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്തിട്ട് രാജു ഈസ് നോട്ട് പ്ലേയിങ്. രാജു കളിക്കുകയാണോ, അപ്പം എന്ത് വരണം, കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലേയിങ് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈസിനെ ആദ്യം എഴുതണം, ഈസ് രാജു പ്ലേയിങ്. രാജു കളിക്കുകയല്ലേ, അപ്പോൾ ഈസിൻ്റെ പുറത്തെടുക്കണം, ഈസിൻ്റെ രാജു പ്ലേയിങ്. രാജു എന്താണ് കളിക്കുന്നത്, വാട്ട് ഈസ് രാജു പ്ലേയിങ്. ഈസി ആയിട്ടല്ലേ ഇപ്പം പഠിക്കുന്നത്. ഇങ്ങനെ ഈസി ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുള്ളത്. അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ടവർ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ലൈക്ക് ചെയ്തെങ്കിലും മുന്നോട്ട് പോകണം, മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കണം എല്ലാവർക്കും കേട്ടോ. അതുപോലെ ഇനി നോക്കൂ, ഇനി കുറേ പേരുണ്ട്. ഇപ്പം ചിൽഡ്രൻ അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയില്ലേ, പാരൻസ് എന്നൊക്കെ പറയത്തില്ലേ, കുറേ പേര്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് നോക്കൂ. അവർ കളിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ദേ ആർ പ്ലേയിങ് എന്ന് പറയാം. അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയല്ല എന്നാണെങ്കിലോ ദേ ആർ നോട്ട് പ്ലേയിങ്. ദേ ആർ നോട്ട് പ്ലേയിങ്. അവർ കളിക്കുകയല്ല. അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം, ഈ ദേ ആർ പ്ലേയിങ്ങിലെ ആറിനെ ആദ്യം എഴുതിയിട്ട് മാറ്റണം. എങ്ങനെ എഴുതും, ആർ ദേ പ്ലേയിങ്, ആർ ദേ പ്ലേയിങ്. അവർ കളിക്കുകയല്ലേ, അവർ കളിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ടല്ലേ. അപ്പോൾ ആർ നോട്ടുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്ത് എന്ത് എഴുതാം, ആറിൻറ്റ്. ആറിൻറ്റ് ദേ പ്ലേയിങ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അവർ കളിക്കുന്നത്, വാട്ട് ആർ ദേ പ്ലേയിങ്. അവരെന്താണ് കളിക്കുന്നത്. ഈസി അല്ലേ, വെരി ഈസി അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മളൊരു പൊതു തത്വത്തിലേക്ക് എത്തണം. ഇപ്പം ആദ്യം പറഞ്ഞ ഐ, യു, ഹി, ഷീ, ദേ ഇതെല്ലാം സബ്ജക്റ്റുകളല്ലേ. അപ്പോൾ ഈ സബ്ജക്റ്റിനോടൊപ്പം ആം, അതിൻ്റെ കൂടെ ആം ചേർക്കും. എന്നാൽ ഹി അല്ലെങ്കിൽ സിംഗുലറിൻ്റെ കൂടെ ഈസ് ചേർക്കും, പ്ലൂറലാണെങ്കിലോ ആർ ചേർക്കും. അപ്പോൾ ആം, ഈസ്, ആർ അതുപോലെ ഐ എൻ ജിയും ചേർത്ത് കഴിയുമ്പോൾ എന്താവും, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ് എന്ന പ്രവൃത്തി, അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്കാണ് ആം, ഈസ്, ആർ പ്ലസ് ഐ എൻ ജി ചേർക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ ഈ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വെർബുകൾ എടുക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പറയും, സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അവൾ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൾ എന്നുള്ളതിന് ഷീ ആണ്. സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഷീ ഈസ് ഹെൽപ്പിംഗ്. അവളുടെ അമ്മയെ, ഹെർ മദർ, ഷീ ഈസ് ഹെൽപ്പിംഗ് ഹെർ മദർ. ഓക്കെ, അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നുള്ളതിന് ഹീ ആണ് അല്ലേ. ഹീസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതിന് ടീച്ചിങ്, ടീച്ചിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാടുക എന്നുള്ളതിന് സിംഗ് അല്ലേ. അവർ എന്നുള്ളതിന് എന്താ, ദേ ആണ്. ദേ ആർ സിംഗിങ്. അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ ലഭ്യമാകാൻ നിങ്ങൾ എൻ്റെ ക്ലാസ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീസ് സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല, ഹീസ് നോട്ട് സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ, ഈസ് ഹി സ്പീക്കിംഗ്.
അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഈസിൻറ്റ് ഹി സ്പീക്കിംഗ്? അവൻ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹി സ്പീക്കിംഗ്? ഇപ്പം ഞാനീ പറയുന്ന മലയാളം സെൻറ്റൻസുകൾ പറയുമ്പം എനിക്ക് മുമ്പേ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൾ പാടിക്കൊണ്ടിരിക്കുകയല്ല. തേർഡ് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫോർത്ത് ക്വസ്റ്റ്യൻ അവർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്വാറലിംഗ് ആണ്, ക്വാറൽ, വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് അധ്യാപകൻ കുട്ടിയെ കളിയാക്കുകയാണ്. അധ്യാപകൻ ടീസാണ് കേട്ടോ, കുട്ടിയെ കളിയാക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ എടുത്തെഴുതുക, എന്നിട്ട് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. തീർച്ചയായും 15 ദിവസം കൊണ്ട് വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളും കാണുക, മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ. മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി ഇടയ്ക്ക് നമ്മളൊന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മുമ്പ് കഴിഞ്ഞു പോയിരുന്നു എന്നത്, അതായത് ഇന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചു. ഇപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയാനായി ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്, അതായത് ഡെഡ് വെർബാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ നമ്മൾ പറയാണ് ഇന്നലെ അവൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നതെന്ന് നോക്കൂ. നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഐ ആം സ്റ്റഡിയിങ് അല്ലേ. എന്നാൽ ഇവിടെയാണെങ്കിൽ ആ മാറിയിട്ട് അവിടെ ഓസ് ആവണം. ഐ വാസ് സ്റ്റഡിയിങ്. നിങ്ങൾ ഓസ് എന്നതും WERE വെയർ എന്നതും ആയിരുന്നു എന്നാണെന്ന് കാണാതെ പഠിച്ചങ്ങ് വെച്ചേക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആം ഈ സാർ എന്ന് പറയുമ്പം ആണ് എന്നാണെന്ന്. അതുപോലെ ഇവിടെ വാസ് വെയർ പറയുമ്പം ആയിരുന്നു എന്നാണെന്ന് മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഈ ഒരു വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പം അത് മനസ്സിലാക്കി അങ്ങ് വെക്കുക. പിന്നെയാണെങ്കിൽ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ING ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോണം. ഇപ്പോൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പം അവിടെ എല്ലാം ING, പ്ലേയിങ്, ഡൂയിങ്, റൈറ്റിംഗ്, റീഡിങ് ഇങ്ങനെയൊക്കെ പറയും. അതും ശ്രദ്ധിച്ചോണം. അത് കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മളത് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം നോക്കൂ, ഇപ്പം ഞാൻ പറയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുന്നേ. അപ്പോൾ നമുക്ക് പറയാം ഐ വാസ് സ്റ്റഡിയിങ്. അപ്പോൾ നിങ്ങളൊന്ന് പറയൂ, നമ്മൾ മുമ്പ് പഠിച്ചത് വെച്ചിട്ട് പറയൂ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അപ്പോൾ എങ്ങനെ വരും? ഐ വാസ് നോട്ട് സ്റ്റഡിയിങ്. എപ്പോഴാണെങ്കിലും ഓക്സിലറി വേർബിൻ്റെ കൂടെ, അതായത് നമ്മളെ കുഞ്ഞൊരു വാക്ക് വെർബ് എഴുതില്ലേ, അതിൻ്റെ കൂടെ ആയിരിക്കും നോട്ട് ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐ വാസ് നോട്ട് സ്റ്റഡിയിങ്. അപ്പോൾ ഇനി അതൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ ഏതിനെ ആദ്യം എഴുതണം? ഓക്സിലറി വേർബിനെ ആദ്യം എഴുതണം. അപ്പം എങ്ങനെയാണ്? നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ മതി അവിടെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഐ സ്റ്റഡിയിങ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നാണെങ്കിൽ വാസിൻറ്റ് ഐ സ്റ്റഡിയിങ്? ഓക്കെ, നീ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു? വാട്ട് വാസ് ഐ സ്റ്റഡിയിങ്? നീയല്ല, ഞാനാണ്. വാട്ട് വാസ് ഐ സ്റ്റഡിയിങ്? ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ഞാൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഇതിനെ നമുക്ക് മാറ്റി നീയാണെങ്കിൽ എന്താവും? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഐ ആം പറഞ്ഞതുപോലെ യു ആർ ആണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ ഐ വാസ് പറയുമ്പം ആറിൻ്റെ പ്ലൂറൽ ഫോമിന് WERE വെയറാണ് കേട്ടോ, വെയറാണ് ഉപയോഗിക്കേണ്ടത്.
അപ്പം നിങ്ങൾ ഓരോ നോട്ടുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് കാണാതെ അന്നേരം തന്നെ മനസ്സിലാക്കി പോവുക. ഐ വാസ് ആണെങ്കിൽ യു വെയർ ആണ്. യു വെയർ സ്റ്റഡിയിങ്, നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. യു വെയർ നോട്ട് സ്റ്റഡിയിങ്, നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ. വേർ യു സ്റ്റഡിയിങ്, നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു ചേർച്ചയില്ലാത്ത പോലെ തോന്നും. അങ്ങനെയൊന്നുമല്ല, അതെല്ലാം കറക്റ്റാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ. വേർ യു സ്റ്റഡിയിങ്, നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. weren't you studying. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ എവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ WHERE വേറാണ്, എവിടെ വേർ. അപ്പൊ എങ്ങനെ വരും, വേർ യു സ്റ്റഡിയിങ്, നീ എവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കൂ. യു വെയർ സ്റ്റഡിയിങ്, യു വെയർ നോട്ട് സ്റ്റഡിയിങ്, വേർ യു സ്റ്റഡിയിങ്, weren't you studying, വേർ യു സ്റ്റഡിങ്. ആ വേർ രണ്ടിൻ്റെയും മീനിങ് മനസ്സിലാക്കണം. WH ക്വസ്റ്റ്യൻ ആണ് ആദ്യം എഴുതേണ്ടത്, വേർ, പിന്നെ ഓക്സിലറി വെർബായ വേർ യു സ്റ്റഡിങ്. ഓക്കെ, ഇനി നോക്കൂ. ഇനി അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിലോ, അവൻ എന്ന് പറയുമ്പം ഹീ ആണ് അല്ലേ. ഹീക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഹീ സ്റ്റഡിങ് അല്ലേ. ഇനി ഈസിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ്. ഓക്കെ, ഈസിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ്. മുമ്പേ ആറിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വേറാണ് കേട്ടോ, ആറിന്റെ പ്ലൂറലല്ലേ. ഓക്കെ, അപ്പം ഹി ഈസ് സ്റ്റഡിയിങ് എന്നുള്ളത് എന്തായി മാറണം, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഹി വാസ് സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഹി വാസ് നോട്ട് സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വാസ് ഹി സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, വാസിന്റ് ഹി സ്റ്റഡിയിങ്. അപ്പൊ നോക്കൂ, ഇങ്ങനെ എളുപ്പത്തിലാണ് നമ്മൾ വളരെ നല്ല ട്രിക്സും ടിപ്സും ഒക്കെ ഉള്ള പേഴ്സണൽ ആയിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. അപ്പം ഇതിലും ഒത്തിരി നമുക്ക് 1 മണിക്കൂറോളം നിങ്ങൾക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കൂ, അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇനി നോക്കൂ, ഇനി നമുക്ക് അവർ പഠിക്കുകയായിരുന്നു. അവർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ, കുറെ പേരുള്ളതല്ലേ. അപ്പൊ അവർ പഠിക്കുകയാണ് എന്ന് നമ്മൾ പഠിച്ചത് ദേ ആർ സ്റ്റഡിയിങ് ആണ്. ആറിന്റെ പാസ്റ്റ് ആണ് വെയർ, അതായത് ആറെന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യം. ഞാൻ ആണ് എന്ന് പറയാൻ, ആയിരുന്നു എന്ന് പറയാൻ WHERE വേർ. അപ്പം അവർ പഠിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, they were studying. അപ്പൊ പഠിക്കുകയായിരുന്നു എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും രണ്ടും പറയാം കേട്ടോ. എന്നാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണെങ്കിൽ they were not studying. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, were they studying. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, weren't they studying. അല്ലെങ്കിൽ were notനാണ് നമ്മൾ ഷോർട്ട് ഫോം ഇൻറ്റ് എഴുതുന്നത്. ഓക്കെ, എന്നാൽ അവർ എവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, were they studying. WHERE were, പിന്നെ WHERE were. ഓക്കെ, were they studying. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കൂ, I, you, they, പിന്നെ he, she സിംഗുലർ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING നമ്മൾ എഴുതുമ്പോൾ അവിടെ എന്താവും, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറയാണ്, ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഷി വാസ് സ്റ്റഡിയിങ്. ഇനി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഐ വാസ് ടീച്ചിങ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിനൊരു ഉപയോഗം കൂടെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ പറയാണ്, ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ കളിക്കുകയായിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ കളിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കളിക്കുകയായിരുന്നു എന്ന് പറയാൻ വാസർ വേർ പ്ലസ് ING ചേർക്കും. എന്നാൽ അവിടെ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ എത്തുമ്പോൾ എന്നൊരു കാര്യത്തെ എപ്പോഴാണോ അപ്പോൾ എന്ന് പറയാൻ നമുക്ക് വെൻ ചേർക്കാം. WHEN വെൻ ചേർത്തതിന് ശേഷം ഞാൻ എത്തിയപ്പോൾ എന്നല്ലേ പറയാം, എത്തിയപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ എത്തുക എന്നുള്ളതിന് റീച്ച് ആണ്. അപ്പൊ അതും പാസ്റ്റ് അല്ലേ, മുമ്പ് നടന്നതല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഡിഡ് വെർബ് യൂസ് ചെയ്യണം. വെൻ ഐ റീച്ച്ഡ് ദെയർ ഹി വാസ് പ്ലേയിങ്. മനസ്സിലായോ? ഓക്കെ, ഞാൻ എത്തിയപ്പോൾ അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദെയർ ഷീ വാസ് കുക്കിംഗ്.
കണ്ടോ? അപ്പൊ ഇങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ അവൾ പാടുകയായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ വെൻ ഐ സ്റ്റഡീഡ് ഷീ വാസ് പാടുകയായിരുന്നു. സിംഗിങ്. വെൻ ഐ സ്റ്റഡീഡ് ഷീ വാസ് സിംഗിങ്. ഞാൻ പഠിക്കുമ്പോൾ അവൾ പാടുകയായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു ഉപയോഗമാണ്. അപ്പൊ ഇത് നല്ലതായിട്ട് നിങ്ങൾ മനസ്സിലായിക്കോണം. ഇനി നമുക്ക് ഇവിടെ എക്സർസൈസ് ഉണ്ട്, സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ചെയ്യുക. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രെയിൻ വന്നപ്പോൾ ഞാൻ ഓടുകയായിരുന്നു. വന്നു എന്നുള്ളതിന് കംന്നോ റീച്ചെന്നോ അങ്ങനെ ഇഷ്ടം പോലെ ഇടാം. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ബെല്ലടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ബെല്ലടിക്കും, ബെൽ റിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.